ബി.ജെ.പി. സർക്കാരിനും തിരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിന്തുണയോടെ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബി.ജെ.പി. ശ്രമിച്ചെന്നാണ് രാഹുലിന്റെ ആരോപണം. ബംഗളൂരു സെൻട്രൽ ലോക്സഭാ സീറ്റിലെ മഹാദേവപുരം മണ്ഡലത്തിലെ കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ടാണ് രാഹുലിന്റെ ആരോപണം. വ്യാജ മേൽവിലാസത്തിലടക്കം 1 ലക്ഷത്തോളം കള്ളവോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് രാഹുൽ പറയുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷനും ബി.ജെ.പിയും തമ്മിൽ അന്തർധാരയുണ്ടെന്നും രാഹുൽ തുറന്നടിച്ചു. രാഹുൽ ഉയർത്തിക്കാട്ടിയ കണക്കുകൾ ഇങ്ങനെ: ബംഗളൂരു സെൻട്രൽ ലോക്സഭാ സീറ്റിൽ കോൺഗ്രസിന് 6,26,208 വോട്ടുകളാണ് ലഭിച്ചത്. ബി.ജെ.പിക്ക് കിട്ടിയത് 6,58,915 വോട്ടുകൾ. ബി.ജെ.പിയുടെ ജയം 32,707 വോട്ടുകൾക്ക്. ഈ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ 1,250,000 വോട്ടുകൾ കൃത്രിമമായി രേഖപ്പെടുത്തിയതെന്നാണ് രാഹുലിന്റെ ആരോപണം. 11,965 ഇരട്ട വോട്ടുകൾ, 40,009 വോട്ടുകൾ വ്യാജമായതോ അസാധുവായതോ ആയ വിലാസങ്ങളിൽ നിന്ന്, 10,452 വോട്ടുകൾ കൃത്രിമ മേൽവിലാസം ഉപയോഗിച്ച്, അസാധുവായ ചിത്രങ്ങൾ ഉപയോഗിച്ച് 4,132 വോട്ടുകൾ എന്നിങ്ങനെയാണ് വോട്ട് മോഷണം നടന്നിരിക്കുന്നതെന്ന് രാഹുൽ പറയുന്നു. മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർമാരുടെ ഡാറ്റ കോൺഗ്രസ് സൂക്ഷ്മമായി പരിശോധിച്ചതിൽ നിന്നാണ് ഈ ആരോപണങ്ങളെന്ന് രാഹുൽ അവകാശപ്പെടുന്നു. മഹാദേവപുരം മണ്ഡലം പോലെ മറ്റു മണ്ഡലങ്ങളിലും ഈ തിരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നിട്ടുണ്ടെന്നാണ് രാഹുലിന്റെ വാദം. 33,000 വോട്ട് ഭൂരിപക്ഷത്തിൽ കുറവിന് 25 സീറ്റുകളിൽ ബി.ജെ.പി. ജയിച്ചിട്ടുണ്ട്. മഹാദേവപുരം മോഡലിൽ 25 സീറ്റുകൾ കള്ളവോട്ട് വഴി പിടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടില്ലെന്നും രാഹുൽ ആരോപിക്കുന്നു.